മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മോർണിംഗ് വോയിസിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തെ അധികരിച്ചുള്ള 4-ാമത്തേതും അവസാനത്തേതുമായ സന്ദേശത്തിലേക്കാണ് കർത്താവിൻ്റെ കൃപയാൽ നാം ഒരുമിച്ച് ഇന്ന് ആയിരിക്കുന്നത്. നാം 10-ാം അധ്യായത്തെപ്പറ്റി ഓർക്കുകയുണ്ടായി, ദുർഗ്രഹമായ അധ്യായമെന്ന്. എന്നാൽ മനുഷ്യൻ ആരാണ്, അവൻ്റെ വ്യാപനം എങ്ങനെയാണ് എന്നിത്യാദി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെയാണ് 10-ാം അധ്യായം എന്ന് ഞാൻ ഓർത്തു. നമ്മൾ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ എത്രയോ അത്ഭുതകരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് നിമ്രോദാണ്. നമുക്ക് 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരാം. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ. രാമായുടെ പുത്രന്മാർ ശെബയും ദദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. നിമ്രോദ് യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. 10-ാം വാക്യം. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. ഇവിടെ ശ്രദ്ധേയനായ നിമ്രോദിനെ നമുക്ക് കാണാം. ഈ പേരിൻ്റെ അർത്ഥം ധൈര്യമുള്ളത്, ശക്തിയുള്ളത്, ഭരിക്കുന്നവൻ, വിപ്ലവകാരി എന്നൊക്കെയാണ്. 9-ാം വാക്യത്തിലെ പ്രയോഗം ശ്രദ്ധിച്ചാട്ടെ. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു. ഈ പ്രയോഗം അവൻ്റെ പ്രവൃത്തിയിൽ ദൈവപ്രസാദമുണ്ടായി എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യുത നായാട്ടുവീരൻ എന്ന നിലയിൽ വെളിപ്പെട്ട അവൻ്റെ ശക്തിയെയും അവൻ്റെ വീര്യത്തെയുമാണ് ഈ പ്രയോഗം എടുത്ത് കാണിക്കുന്നത്. എന്തിനെയാണ് അവൻ വേട്ടയാടിയത്? ഇത് വളരെ പ്രസക്തമാണ്. വ്യത്യസ്തമായ തലത്തിലാണ് അവൻ്റെ ജീവിതം മനസ്സിലാക്കേണ്ടത്. അവൻ വേട്ടയാടിയത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മറ്റു മനുഷ്യരെ തന്നെയാണ്. ഇത് അത്ര നല്ലൊരു കാര്യമല്ല. അങ്ങനെ മറ്റു മനുഷ്യരെ വേട്ടയാടിയതും കീഴ്പ്പെടുത്തുവാനും കഴിഞ്ഞതുകൊണ്ടാണല്ലോ അവനൊരു രാജ്യം സ്ഥാപിക്കാനായിട്ട് പറ്റിയത്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത്. അപ്പോൾ ആദ്യത്തെ നായാട്ടുവീരനായ ഈ മനുഷ്യൻ, അവന് സ്വന്തമായി ഒരു രാജ്യമുണ്ടായിരുന്നു. എന്നാൽ ഭൗതികമായ അവൻ്റെ യാതൊരു നേട്ടങ്ങളും അവൻ്റെ ബലവും ദൈവം മുൻപാകെ പ്രശംസയ്ക്ക് കാരണമായി തീരുന്നില്ല. ദൈവവചനം അവിടെ അത് പ്രതിപാദിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവപ്രസാദം ലഭിച്ച രീതിയിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അവൻ മറ്റു മനുഷ്യരെ വേട്ടയാടി കീഴ്പ്പെടുത്തി കൊന്ന് അവരെ എതിർത്ത് അവൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഭൗതികമായ യാതൊരു നേട്ടത്തിൻ്റെയോ സാമർഥ്യത്തിൻ്റെയോ ഭുജബലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആർക്കും അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രീതി നേടാൻ കഴിയില്ല.
ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ നിബന്ധനയിലൂടെ ജീവിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ നിബന്ധനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ ദൈവപ്രസാദം നേടാൻ കഴിയുകയുള്ളൂ. ഭൗതികമായി എന്തെല്ലാം നേടിയാലും അതെല്ലാം ഈ ഭൂമിയോടുകൂടെ അവസാനിക്കുന്നതാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ നേട്ടം എന്തിലാണ്? ചില ഭൗതികമായ കാര്യങ്ങൾ നേടിയതിലാണോ പ്രശംസിക്കുന്നത്? എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്കിത്ര കഴിവുണ്ട്, എൻ്റെ കുടുംബം ഇന്നേതാണ്, ഞാൻ ഇന്ന സ്ഥലത്തെ ആളാണ്, ഇങ്ങനെയുള്ള വൃഥാ പ്രശംസയാണെങ്കിൽ അതെല്ലാം ഈ മണ്ണോടെ തീർന്നു പോകുന്നതാണ്. ഈ ഭൂമിയുടെ പെരുമയൊന്നും താങ്കൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. വെറുതെ വൃഥ പ്രശംസിക്കാം, കുറച്ച് തലക്കനം കാണിക്കാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു ആത്മീക നേട്ടങ്ങൾക്കും ദൈവപ്രശംസ ലഭിക്കുന്നതിനും ഇടയായിത്തീരുകയില്ല. അതുകൊണ്ട് നിമ്രോദിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത്ര നല്ല രീതിയിലല്ല. അവൻ മറ്റു മനുഷ്യരെ വേട്ടയായി അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുകയുണ്ടായി. തന്നെയുമല്ല, ദൈവത്തോടുള്ള താഴ്മയുടെയും അനുസരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവപ്രസാദം നേടാനായിട്ട് കഴിയുക. ഭൂമിയിലെ വീരന്മാർ എന്ന പേരിനപ്പുറത്ത് നമുക്കാവശ്യം ദൈവത്തിൻ്റെ പ്രീതിയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നാമും നമ്മുടെ തലമുറകളും ദൈവപ്രീതിയുള്ളവരായിരുന്നു, ദൈവപ്രസാദമുള്ളവരായിരുന്നുവെന്ന് പറയിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വലിയ ഭാഗ്യമൊന്നുമില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നേടി, അതൊക്കെ വെറുതെയായിപ്പോയി, മണ്ണോടുകൂടെ തീർന്നു പോയി എന്ന് പറയിപ്പിക്കുന്നത് എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരുവരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നുവെന്ന്. നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. നമ്മുടെ ലോകത്തെപ്പറ്റി രേഖപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ അനുഗ്രഹീതമായ ചിന്തകൾക്ക് മുൻപിൽ, പ്രത്യേകിച്ചും 10-ാം അധ്യായത്തിൽ മനുഷ്യവംശത്തിൻ്റെ വ്യാപനം രേഖപ്പെടുത്തുന്ന പ്രത്യേകമായ പേരുകൾ രേഖപ്പെടുത്തുന്ന ഈ അധ്യായത്തിനായി ദൈവത്തോട് നന്ദി പറയാം. നിമ്രോദിനെ നോക്കിക്കൊണ്ട് അവനെപ്പോലെ ആയി തീരാനല്ല, മറിച്ച് ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.